ആ ഒരു 5 വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആ പ്രവർത്തനങ്ങളുടെ അനുസരിച്ച് അവർ ശോഭിക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളുടെ രീതി നോക്കിയിട്ട് ശോഭിക്കാമോ ശോഭിക്കത്തില്ലയോ എന്ന് പറയാൻ സാധിക്കും. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ് ഒരു വിഭാഗത്തെ മാത്രമാക്കി നമ്മൾ സൈഡ് ലൈൻ ചെയ്യേണ്ട എന്നാണ് നമ്മുടെ അഭിപ്രായം. ഈ മേഖല തേടി വരുന്നില്ല. അവരൊക്കെ ഇന്നിപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് ചേർക്കുന്നു. അവിടുത്തെ മാനേജ്മെൻറ്റ് പോലും എംപാനൽ ചെയ്ത ആശുപത്രിയിലെ മാനേജ്മെൻറ്റ് പോലും ഉള്ളൊരു കള്ളന്മാരെ കാണുന്നത് പോലെ ഒരു സർക്കാർ ജീവനക്കാരൻ്റെ ഈ കാർഡ് കാണിക്കുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസ രംഗത്തും മറ്റ് മേഖലയിലും കഴിവ് തെളിയിച്ച ആൾക്കാർ വന്നതുകൊണ്ടാണ് കേന്ദ്രത്തിൽ അവർക്ക് കുറേയെങ്കിലും പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. മുഴുവൻ രാഷ്ട്രീയക്കാരല്ല, ഇവിടെ സർവ്വ മേഖലയിലും അഴിമതിയാണ്. ഈ തൊഴിൽ മേഖലയാണെങ്കിൽ ഇപ്പം തടവുകാരിൽ നിന്ന് ഈ 10 മടങ്ങ് വർദ്ധിപ്പിച്ചതിന് അവരെ നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ആ രീതിയിലാണ് ഈ ഗവൺമെൻറ് 10 കൊല്ലമായി മുന്നോട്ട് പോകുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് ഓരോ പാർട്ടികളിലും മത്സരിക്കുന്നതിന് വേണ്ടി സെലിബ്രിറ്റീസിൻ്റെ ഒരു കുത്തിക്കയറ്റം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തുകൊണ്ടാണ് സെലിബ്രിറ്റീസിനെ ഉൾക്കൊള്ളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെലിബ്രിറ്റീസിന് ഒരുപാട് എന്താ പറയുക പബ്ലിക്കിൽ സപ്പോർട്ടുണ്ടാകും. നേതാക്കന്മാർക്ക് കിട്ടില്ല എന്നുള്ളതല്ല, പക്ഷേ സെലിബ്രിറ്റീസിന് കുറച്ച് കൂടുതൽ ഒരു മുന്നേറ്റം ഉണ്ടാകും എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം ഓരോ പാർട്ടിക്കാരും അവരിലേക്ക് സെലിബ്രിറ്റീസിനെ ഉൾപ്പെടുത്തുന്നത്. പക്ഷേ സാധാരണക്കാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒരുപോലെ പറയുന്നത് ഈ 10 വർഷത്തെ ഭരണം അവർക്ക് മടുത്തു എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ജനങ്ങൾ ശ്രദ്ധയോടും അല്ലെങ്കിൽ അവരെല്ലാം വളരെ ആകാംക്ഷയോടും കൂടിയൊക്കെ ഇരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നാലും ജനങ്ങൾ തങ്ങളുടെ വികാരങ്ങൾ, അതായത് ഈ 10 വർഷത്തെ മടുപ്പും വികാരങ്ങളെല്ലാം തന്നെ അവർ പങ്കുവയ്ക്കും എന്നൊക്കെയാണ് സാധാരണക്കാർ ഇതുവരെയും പറഞ്ഞിരുന്നത്. പക്ഷേ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടിരുന്നില്ല. പക്ഷേ ഇന്ന് നമുക്ക് കിട്ടിയത് 2 രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്കൊപ്പം നിങ്ങളോടും കൂടി ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. എന്താണ് എന്നുള്ളത് നമ്മൾക്ക് കേട്ടു നോക്കാം അത് എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് അങ്ങനെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയത്തിലുള്ളവരാണെങ്കിൽ ജയിക്കും. അല്ലാതെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അങ്ങനെ ഒരു ജയം ഉണ്ടാകില്ല എന്നുണ്ടാവും. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ജയമുണ്ടാകാൻ സാധ്യത പാർട്ടിയുടെ എന്ന് പറയുന്നില്ലല്ലോ. എല്ലാ പാർട്ടിയിലും ഉണ്ട്. CPM, കോൺഗ്രസ്, BJP എല്ലാവരും കൊണ്ടുവരുന്നുണ്ട്. എല്ലാം കൊണ്ടുണ്ട്. സെലിബ്രിറ്റികളുടെ ആ ജനപിന്തുണ അറിഞ്ഞ് മാത്രമേ ഇത് ജയിക്കാനുള്ള സാധ്യത കേരളത്തിൽ കാണുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അത്രയും പിന്തുണ കിട്ടുന്നില്ലേ എന്നുള്ളതാണ്. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പിന്തുണ കിട്ടുന്നുണ്ട്. ഒരു പാർട്ടിയിലോട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ ഒരു സെലിബ്രിറ്റി ആയാൽ പോലും അവരെ കൊണ്ടുവന്നാൽ അവർക്ക് ഓൾറെഡി ഒരു പിന്തുണ ഉണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാത്ത സെലിബ്രിറ്റീസിനെയാണ് കൊണ്ടുവരുന്നത്. പ്രവർത്തിക്കാത്ത സെലിബ്രിറ്റീസ് ആരാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപാട് പേര് പറയുന്നുണ്ട്. പാർട്ടിയിലൊക്കെ ഉള്ളവരൊക്കെ നമ്മുടെ പിഷാരടിയെ പറയുന്നുണ്ട്. പിഷാരടി ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് പിഷാരടി ജയിക്കാൻ വളരെ സാധ്യതയുള്ള ഒരാളാണ്. പിഷാരടിയെ ഇപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിഷാരടി ധർമ്മജൻ ഇവരൊക്കെ ഒരു കോൺഗ്രസ്സുകാരാണ്. അവർ ജയിക്കാൻ സാധ്യതയുള്ളവർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നത് നല്ലതാണോ? അങ്ങനെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അതൊരു പാർട്ടി, നമുക്കത് പറയാൻ പറ്റില്ല. പാർട്ടിയുടെ തീരുമാനമാണ്. അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ അവർ ശോഭിക്കുമോ എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ അവരൊരു അസംബ്ലിയിലോട്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ഒരു MLA ആയിക്കഴിഞ്ഞാൽ ശോഭിക്കാതിരിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ, ആ ഒരു 5 വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആ പ്രവർത്തനങ്ങളുടെ അനുസരിച്ച് അവർ ശോഭിക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളുടെ രീതി നോക്കിയിട്ട് ശോഭിക്കാമോ ശോഭിക്കത്തില്ലയോ എന്ന് പറയാൻ സാധിക്കും. എന്തായാലും രാഷ്ട്രീയക്കാരല്ലേ നല്ലത് എന്നുള്ളതാണ്. രാഷ്ട്രീയക്കാരിൽ അതൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു പാർട്ടിയുടെ തീരുമാനം. അവരിപ്പോൾ ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ആ സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നതൊക്കെ നമുക്കത് കയറി അത് ശോഭിക്കോ ഇല്ലോ എന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ. അത് പാർട്ടിയുടെ തീരുമാനം. പാർട്ടി ഇപ്പം യുവാക്കളെയൊക്കെ രംഗത്ത് പാർട്ടികളൊക്കെ യുവാക്കളെ കൊണ്ടുവരട്ടെ, അത് നല്ലത് തന്നെയാണ്. അതെ, കോൺഗ്രസ് അതിന് ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസും അത് ശ്രമിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് പാർട്ടി തീരുമാനം. പാർട്ടി തീരുമാനത്തെ പാർട്ടിക്കാരെല്ലാവരും അംഗീകരിക്കും. ഞങ്ങളിവിടെ NGO അസോസിയേഷൻ്റെ പഞ്ചദിന സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. അന്നേരം പങ്കെടുക്കാൻ വന്ന് ഞങ്ങളിപ്പോൾ ഒരു 12-ാം തീയതി മുതൽ ഇവിടെ പഞ്ചദിന നാളെ സമാപിക്കുക. അത് വളരെ ഒരു വൻ വിജയമാണ്. വളരെ ഒരു വൻ വിജയം തന്നെയാണ്. നിങ്ങളുടെ സമരത്തിന് അനുകൂലമായിട്ട് നിലപാട് എന്തെങ്കിലും കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങളുടെ സമരത്തിന് ഞങ്ങൾ കുറേ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരം, DA കുടിശ്ശിക, സറണ്ടർ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഈ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ, ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അല്ല, പുതിയതായിട്ട് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം വേണമെന്ന് പറഞ്ഞുള്ളൊരു സമരമല്ല ഇത്. ആ നഷ്ടപ്പെട്ടു പോയ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സമരമാണ്. അത് ഈ ഗവൺമെൻറ് അല്ലേ, കിട്ടുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. എന്നാലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജനവും ജീവനക്കാരും ഒക്കെ നല്ലൊരു വിഭാഗം ഈ ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വികാരം ഇപ്പം നിലനിൽക്കുക. ആ ഒരു വികാരം ജീവനക്കാരുടെ, ഇപ്പം നമുക്കറിയാം ഇവിടെ പോസ്റ്റൽ വോട്ടുകൾ സർക്കാർ ജീവനക്കാരുടെ വോട്ടുകളാണ്. ആ പോസ്റ്റൽ വോട്ടുകളിൽ ഏറിയ പങ്കും UDF അനുകൂലമായിട്ടാണ് വീണേക്കുന്നത്. അപ്പം ആ ഒരു ശക്തമായ ആ ഒരു പ്രതിഷേധം ഇടതുപക്ഷത്തിൻ്റെ NGO യൂണിയൻ അടക്കമുള്ള അതിൽ മെമ്പർഷിപ്പ് എടുത്തവർ പോലും
UDF അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണം, 10 വർഷത്തെ ഭരണം എല്ലാവരും മടുത്തു. സിവിൽ സർവീസ് മേഖല മുഴുവൻ മടുത്തു, ജനങ്ങളും മടുത്തു. അന്നേരം ആ ഭരണത്തിനെതിരെയുള്ള ഒരു അതിശക്തമായ ഒരു വികാരം ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഭരണം കൊണ്ട് നേട്ടം ഉണ്ടായിട്ടുള്ളത് ആർക്കാണെന്ന് അറിയാമോ? ഈ ഭരണം കൊണ്ട് നേട്ടമുണ്ടായിട്ടുള്ള ഇപ്പോൾ അവസാനമായിട്ട് ജയിലിൽ കിടക്കുന്നവർക്ക് നേട്ടമുണ്ടായി. ഇപ്പോൾ അവസാനത്തെ ഈ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടായെന്ന് പറഞ്ഞാൽ തടവറക്കാർ, തടവറയിലുള്ളവർക്ക്, തടവിൽ കിടക്കുന്നവർക്ക് നല്ലൊരു നേട്ടം ഉണ്ടായി. അവർക്കിപ്പം തൊഴിലുറപ്പുകാരെക്കാളും ആശാവർക്കർമാരെക്കാളും കൂടുതൽ ശമ്പളമായി. അപ്പോൾ അവർക്ക് ഇപ്പം 10 വർഷത്തേക്ക് അകത്തു പോയാൽ 10 വർഷത്തേക്ക് തടവറയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു 20 ലക്ഷം നമ്മൾ കണക്ക് കൂട്ടിയപ്പം ഏകദേശം ഒരു 19 ലക്ഷത്തിലധികം രൂപ സമ്പാദിച്ചുകൊണ്ട് പോകാം. അപ്പോൾ അവിടുന്ന് പോകാൻ വീണ്ടും അവർക്ക് ഒരു ധാരണ ഉണ്ടല്ലേ, വീണ്ടും ഒരു 10 വർഷത്തെ കൂടെ കടന്നു കഴിഞ്ഞാൽ ഒരു 40 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ഈ ഗവൺമെൻറ് കൊണ്ടുണ്ടായിട്ടുണ്ടാകും. നമ്മുടെ സിവിൽ സർവീസുകളെ വലിയൊരു പ്രയോജനം ഒന്നും ഉണ്ടായിട്ടില്ല. ആർക്കും ഒരു പ്രയോജനം ഇല്ല എന്നുള്ളതാണ്. അത് തന്നെയാണ്. ഇനി തുടർന്ന് UDF വരുമെന്ന് ഉറപ്പാണ്. UDF വരുന്നത് 100% ഉറപ്പാണ്. 100% ഉറപ്പാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർ സിവിൽ സർവീസ് മേഖല മുഴുവൻ ആഗ്രഹിക്കുന്ന UDF വരാനാണ്. UDF വരുമെന്ന് ഞങ്ങൾക്ക് 100% പ്രതീക്ഷയാണ്. എത്ര സീറ്റ് പിടിക്കും എന്നുള്ളത്? ഒരു 95-100 സീറ്റോളം പിടിക്കാനാണ് ഞങ്ങൾ സിവിൽ സർവീസ് മേഖല. അല്ല, മുഖ്യനും പറയുന്നുണ്ട് 100-110 എന്നുള്ളത്. ആ 110 എന്ന് പറയുന്നത് മുഖ്യം പറഞ്ഞ അപ്പം ഓരോ തന്ത്രങ്ങൾ ഇടതുപക്ഷം ഇറക്കുമല്ലേ, ഓരോരോ തന്ത്രങ്ങൾ ഇറക്കും. ആ തന്ത്രം ഒന്നും ഈ ഒരു സമയത്ത്, ഈ 10 വർഷം കഴിഞ്ഞ ഈ സമയത്ത് വിജയിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. എന്തായാലും UDF അധികാരത്തിൽ വരുമെന്നുള്ള ഒരു അമിത പ്രതീക്ഷയിൽ തന്നെയാണ് സിവിൽ സർവീസ് സമൂഹം. അതുപോലെ വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക. ഞാൻ എല്ലാ സർക്കാർ ഓഫീസിലും ക്യാമ്പയിന് പോകുന്നത്. ഞാൻ NGO അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഞാൻ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വന്നത്. 5 ദിവസം കൊണ്ട് ഞാനിവിടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അന്നേരം നമ്മളെല്ലാ മേഖലയിലും പോകുമ്പോൾ നമുക്കറിയാം. ഇപ്പം നമ്മൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊരു വിജയം കണ്ടു കഴിഞ്ഞപ്പം നമ്മളൊരു ക്യാമ്പയിനുമായിട്ടല്ല സർക്കാർ ഓഫീസിൽ പോയപ്പോൾ ആ ഒരു വികാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ സർവീസ് സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തവർ പോലും മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ നമ്മളൊന്നും ചോദിക്കാതെ നിർബന്ധിക്കാതെ മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറായിട്ട് വരുന്നവർ. അപ്പം എല്ലാവരും മടുത്തു, കേരളത്തിലെ ജനങ്ങളും മടുത്തു, സിവിൽ സർവീസ് മേഖലയിൽ പണിയെടുക്കും. സർക്കാർ ജീവനക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ സർക്കാർ ജീവനക്കാർ എന്ന് പറഞ്ഞാൽ വളരെ എല്ലാവർക്കും വലിയൊരു ബഹുമാനവും കാര്യങ്ങളും, ജോലി കിട്ടാൻ ഒരു താല്പര്യം. ഇന്നിപ്പം ചെറുപ്പക്കാരൊക്കെ ഈ മേഖല തേടി വരുന്നില്ല. അവരൊക്കെ ഇന്നിപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുക. ഇന്നിപ്പോൾ അവർ ജർമ്മൻ ഭാഷ പഠിക്കുന്നു, ഇങ്ങനെയൊക്കെ അവർ പഠിച്ചു പോവുക. അപ്പം അവർക്ക് ഇതിനോടൊരു താല്പര്യമില്ല. അപ്പം PSCയെ പോലും നോക്കുകൂത്തിയായി, എംപ്ലോയ്മെൻറ്റ് ഓഫീസിലെ നോക്കുകൂത്തിയായി. അപ്പം അതുകൊണ്ട് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. എന്തായാലും ഇപ്പോഴത്തെ ആ ഒരു രീതി UDF ആണ്. UDF തന്നെയാണ് നല്ലത്. കേരളത്തിലെ ജനങ്ങൾക്കും ജീവനക്കാർക്കും UDF തന്നെയാണ് കൂടുതൽ നേട്ടങ്ങൾ. UDFന്റെ കാലഘട്ടത്തിലാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരു മാറ്റം തീർച്ചയായും ഉണ്ടാകും. മാറ്റം വേണം. നമ്മൾ പറയുന്നത് മാറിയുള്ള ഒരു ഭരണം. അതെ, തീർച്ചയായിട്ടും. സ്ഥിരമായിട്ടൊരു ഭരണമല്ല, മാറി ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പം NGO യൂണിയൻ അടക്കമുള്ള സംഘടന ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇപ്പം നമ്മുടെ സമരം മുന്നിൽ കണ്ടുകൊണ്ട്, നമ്മുടെ സമരം കണ്ടുകൊണ്ട് ഇപ്പം അവർ 16 കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു രാപ്പകൽ സത്യാഗ്രഹ സമരം എന്ന് പറഞ്ഞ് നടത്താനിരിക്കുക. അവർ നടത്താനിരിക്കുക. ചരിത്രത്തിൽ ഇതുവരെ ഈ 9.5 വർഷക്കാലം അവർ ഒരു സമരവും ചെയ്തിട്ടില്ല. സമരവും ചെയ്യാതെ ഇപ്പോൾ ഒരു രാപ്പകൽ സത്യാഗ്രഹ സമരം, ഞങ്ങൾ രാപ്പകൽ സമരം എന്ന് ആദ്യം ഒരു നോട്ടീസ് ഇറക്കി. അത് കഴിഞ്ഞിട്ട് അതങ്ങ് മാറ്റി 16 ഉച്ച കഴിഞ്ഞ ശേഷം രാപ്പകൽ സത്യാഗ്രഹ സമരം എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. അന്നേരം അത് ഇപ്പോൾ ഇവിടെ നടത്താൻ പോവുക. എങ്ങനെ ആയിത്തീരുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അത് ഇപ്പോൾ അവരിപ്പോൾ ഇത്രയും നാൾ ഈ 9 വർഷക്കാലവും അവർ സത്യം പറയാൻ നമ്മുടെ സിവിൽ സർവീസ് മേഖലയിൽ ഒരു കാര്യത്തിലും NGO യൂണിയൻ അടക്കമുള്ള സംഘടനകൾ ഇടപെട്ടിട്ടില്ല. കാരണം ജീവനക്കാരന് അവർ ഇപ്പം നടത്തുന്നത് ക്രിക്കറ്റ് കളി മത്സരം, നമ്മുടെ കലാകായിക വിനോദങ്ങൾ, ഇതൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. അന്നേരം സിവിൽ സർവീസ് മേഖലയിൽ ഒരുപാട് വിഷയങ്ങൾ, നമ്മുടെ ശമ്പള പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളുണ്ട്, നമ്മുടെ DA ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. സിവിൽ സർവീസ് മേഖലയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ ഗവൺമെൻറ് തകർത്തെറിഞ്ഞു. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ എല്ലാവർക്കും PSC മെമ്പർമാർക്ക് കൂട്ടിയേക്കുന്ന ശമ്പളം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര രൂപയാണ് ഒരു 5 വർഷ കാലഘട്ടം അല്ലെങ്കിൽ ഒരു 4 വർഷ കാലഘട്ടമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ശമ്പളവും കാര്യങ്ങളും ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ. ഞങ്ങൾക്ക് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇപ്പം നമുക്കില്ല. ഇന്ന് കിട്ടത്തില്ല. ഇന്ന് സർക്കാർ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആട്ടി ഇറക്കുക. അപ്പോൾ തന്നെയല്ല, നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പോലും നമുക്കറിയാമല്ലോ. ഇന്ന് മെഡിസപ്പ് എന്ന് പറഞ്ഞ മെഡിസപ്പ് എന്ന് കേട്ടപ്പോൾ ഞങ്ങളൊക്കെ അങ്ങ് ആഹ്ലാദിച്ചു. കാരണം ഭയങ്കര അതിനെക്കുറിച്ച് ഒരു ആശുപത്രിയോട് അഡ്മിറ്റ് ആകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അവിടുത്തെ മാനേജ്മെൻറ്റ് പോലും, എംപാനൽ ചെയ്ത ആശുപത്രിയിലെ മാനേജ്മെൻറ്റ് പോലും ഉള്ളൊരു കള്ളന്മാരെ കാണുന്നത് പോലൊക്കെ ഒരു സർക്കാർ ജീവനക്കാരൻ്റെ ഈ കാർഡ് കാണിക്കുമ്പോൾ നമ്മൾ അവിടെ കിടന്ന് തർക്കിക്കേണ്ട വരിക. 1 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്നത് വെറും 20,000 രൂപ 25,000 രൂപ ബാക്കി നമ്മുടെ പോക്കറ്റിൽ നിന്ന് നഷ്ടപ്പെടുക. ഈ ശമ്പളത്തിൽ ഈ തുച്ഛമായ ശമ്പളം 12ാം ശമ്പള പരിഷ്കരണമൊക്കെ കിട്ടേണ്ട സമയം 2024 ജൂലൈ മുതൽ നമുക്ക് കിട്ടേണ്ടതാണ്. ഇതുവരെ അത് ഇത്രയും വർഷമായിട്ട് ശമ്പള കമ്മീഷനെ വെച്ചിട്ടില്ല. അവർ എന്തോ ഒരു ഉടായ്പ രീതിയിൽ കൂടെ ശമ്പളം പരിഷ്കരിക്കുമെന്ന് പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഏത് രീതിയാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പം നമ്മളെന്തായാലും
വളരെ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ അതേ രീതിയിലാണ് ഇന്ന് കേരളം പോകുന്നത്. കേരളത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. എല്ലാവരും നമ്മൾ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. എല്ലാം ജീവനക്കാരുടെ ജനങ്ങളുടെയും കണ്ണിൽ പൊടിയിടാൻ പല പല കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. അതിലൊന്നും ഇല്ല. എല്ലാം വലിയ വിലക്കയറ്റം നമ്മൾ പ്രധാനപ്പെട്ട ഒന്നൊന്നും ആർക്കും സാധാരണക്കാർക്ക് സർക്കാർ ജീവനക്കാർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. സാധാരണക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വിലക്കയറ്റം കൊണ്ട് നമുക്കിപ്പോൾ അറിയാം. ഇപ്പം അരിയുടെ വില ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ആ ഒരു വിലക്കയറ്റം ഈ വിലക്കയറ്റം കൂടെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. നമുക്ക് ഭയങ്കര അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ കേരളത്തിൽ ചെയ്ത ഒരു മനുഷ്യനാണ്. എന്തായാലും ഞങ്ങളുടെ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമായിരുന്നു അദ്ദേഹമായിരുന്നു ആ മുഖ്യമന്ത്രിയായിട്ടിരുന്ന ഒരു കാലഘട്ടം. അത് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നത്തെ ഒരു അവസ്ഥയിൽ സെലിബ്രിറ്റി വെച്ചെങ്കിലും നമ്മൾ ജയിച്ചിരിക്കും. സെലിബ്രിറ്റി എന്ന് പറഞ്ഞപ്പോൾ അവർ സെലിബ്രിറ്റി ആയിപ്പോയി. അവർക്ക് ജനപിന്തുണ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ സെലിബ്രിറ്റിയെ നിർത്തിയാലും ആരെ നിർത്തിയാലും ജയിക്കുന്ന ഒരവസ്ഥയാണ്. തീർച്ചയായിട്ടും ആരെ നിർത്തിയാലും ജയിക്കുന്ന ഒരവസ്ഥയില്ല. അതുപോലെ ജനം മടുത്തു. ഈ ഭരണത്തെ ജനം മടുത്തു, ജീവനക്കാരും മടുത്തു, ഞങ്ങളുടെ സിവിൽ സർവീസ് മേഖല മടുത്തു. അതുകൊണ്ട് എന്തായാലും UDF കേരളത്തിൽ അധികാരത്തിൽ വരും. അത് 95-100 സീറ്റോടെ അധികാരത്തിൽ വന്ന് ഞങ്ങൾ ശുഭപ്രതീക്ഷയിലിരിക്കുക. അത് വന്നിരിക്കും. സെലിബ്രിറ്റീസിനെ എല്ലാവരും സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം എല്ലാവരും ഉണ്ട്. ഇടതുപക്ഷത്തിനുണ്ട്, UDF-നുണ്ട്, BJP-ക്കുണ്ട്, പിഷാരടിയൊക്കെ നിൽക്കുന്നുണ്ട്. പിഷാരടിയുണ്ട്, ധർമ്മജനുണ്ട്, പിന്നെ ഇടതുപക്ഷത്തിൽ നിന്നും ഭാവനയുണ്ട്, BJP-ക്ക് വേണ്ടി ഉണ്ണി മുകുന്ദനുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കേൾക്കുന്നതാണല്ലോ. ഈ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് സ്വീകാര്യത ഉണ്ട് എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു അർത്ഥം തന്നെ. അപ്പം പൊതുജനങ്ങൾക്ക് സ്വീകാര്യതയുള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരിക എന്നത് രാഷ്ട്രീയ പാർട്ടിയിൽ കുറെ ആളുകളുടെ ഒരു ചിന്ത അതിനകത്ത് വരുമ്പോൾ രാഷ്ട്രീയക്കാരെ വിശ്വാസമില്ല. അങ്ങനെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ് ഒരു വിഭാഗത്തെ മാത്രമാക്കി നമ്മൾ സൈഡ് ലൈൻ ചെയ്യേണ്ട എന്നാണ് നമ്മുടെ അഭിപ്രായം. രാഷ്ട്രീയം നിങ്ങളും എനിക്കും ഞാനും ഒക്കെ ഈ ജനാധിപത്യത്തിൽ എല്ലാവരും രാഷ്ട്രീയക്കാരാകണം. കാരണം നമ്മുടെ സംവിധാനം ജനാധിപത്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയക്കാർ പിന്നെ എന്നൊരു രീതിയിൽ കുറച്ചുവരെ മാറ്റി നിർത്തേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സെലിബ്രിറ്റീസുകളായ ആളുകൾ കടന്നു വരുന്നത് അതൊരു തെറ്റായി ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ്. അവർ രാഷ്ട്രീയത്തിലേക്ക് താല്പര്യമുണ്ടാകുന്ന ഒരു അധികാര സ്ഥാനത്തിലേക്ക് വരുന്നതിനപ്പുറത്തേക്ക് അത് മാത്രമാണ് നോക്കി വരുന്നതെങ്കിൽ, അധികാരം മാത്രമാണ് നോക്കി വരുന്നതെങ്കിൽ അത് ശരിയല്ല എന്ന അഭിപ്രായമുണ്ട്. ഇപ്പം ചിലരൊക്കെ കടന്നു വന്നു. നേരത്തെ ഇപ്പം മുകേഷിനെ പോലെ സുരേഷ് ഗോപിയെ പോലെ ചില ആളുകൾ കടന്നു വന്നത് അവർക്ക് രണ്ടുപേർക്കും രാഷ്ട്രീയക്കാരായി മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിലയിരുത്തൽ പൊതുസമൂഹത്തിലുണ്ട്. അവരതിനേക്കാൾ ഈ രാഷ്ട്രീയക്കാർ നിൽക്കുന്നതിനേക്കാൾ മുകളിൽ നിന്നവരാണ്. പക്ഷേ അതിൽ വന്നിട്ട് അവർക്ക് ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിലയിരുത്തലുമുണ്ട്. പക്ഷേ പൊതുവേ സെലിബ്രിറ്റീസുകൾ രാഷ്ട്രീയത്തിൽ വരരുത് എന്നുള്ളൊരു അഭിപ്രായം ഇല്ല. കാരണം വന്നു കഴിഞ്ഞാൽ അവർ ശോഭിക്കുമോ എന്നുള്ളതാണ് ഭരണവുമായിട്ട്. ശോഭിക്കുമോ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലുള്ളവരും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം എന്ന് വെച്ചാൽ അധികാര സ്ഥാനത്തേക്ക് കടന്നു വരണമെന്നല്ല, കടന്നു വരണമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടാകുന്നതുകൊണ്ട് തെറ്റില്ല. അത് ഈ ജനാധിപത്യത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്താനും ജനാധിപത്യം ഈ തെരഞ്ഞെടുപ്പും എല്ലാ മേഖലകളിലും എത്തിപ്പെടാൻ അത് കാരണമാണ്. അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം താഴെ തട്ടിൽ തുടങ്ങി വരുന്ന ഒരാൾക്ക് വേണ്ടി മാത്രം ഇതിൻ്റെ അധികാരവും ബാക്കി. ഇപ്പം ഡോക്ടർ മൻമോഹൻ സിംഗ്, KR നാരായണൻ, സെലിബ്രിറ്റി എന്ന് പറഞ്ഞില്ല എങ്കിലും ശശി തരൂർ, ഇങ്ങനെ കടന്നു വന്ന ആൾ BJP-യിൽ ഇപ്പം നിൽക്കുന്ന കേന്ദ്രമന്ത്രിമാരും അതിൻ്റെ ആൾക്കാരും ഒന്ന് കുറച്ച് പേരൊഴിച്ച് ബാക്കി എല്ലാവരും ആ ലെവലിലേക്ക് പിന്നെ വിദ്യാഭ്യാസ രംഗത്തും മറ്റ് മേഖലയിലും കഴിവ് തെളിയിച്ച ആൾക്കാർ വന്നതുകൊണ്ടാണ് കേന്ദ്രത്തിൽ അവർക്ക് കുറേയെങ്കിലും പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. മുഴുവൻ രാഷ്ട്രീയക്കാരല്ല. അപ്പം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചോളം അവർ സർവീസ് മേഖലകളിൽ നിന്നും മറ്റ് മേഖലകളിൽ നിന്നും സാഹിത്യ രംഗത്ത് നിന്നുമൊക്കെ ഒരുപാട് പേരെ കൃത്യമായി തന്നെ പ്രൊമോട്ട് ചെയ്ത് പോകുന്നു. കോൺഗ്രസും UDF രാഷ്ട്രീയവുമാണ് അത്തരത്തിൽ അധികം പേരെ പ്രൊമോട്ട് ചെയ്ത് പോകാത്തത്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് വരുന്ന അതിൻ്റെ ഒരു നല്ല വശം ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഇതിൻ്റെ അധികാരതലത്തിലേക്ക് മാത്രം കടന്നു വരുന്ന ചിലരുടെ ലക്ഷ്യം പാളുന്നുമുണ്ട്. അതെ, നമ്മുടെ ഈ സർക്കാരിൻ്റെ ഭരണം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടായത് ഏത് മേഖലയ്ക്കാണെന്ന് പറയാമോ? ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായത് ആ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ കുടുംബങ്ങൾക്കും. ഞാനത് വളരെ വ്യക്തമായി പറയണം, വെറുതെ ആക്ഷേപിക്കാനല്ല. മാർക്സിസ്റ്റ് പാർട്ടിയും CPM-ഉമായി ബന്ധപ്പെട്ടിരിക്കുന്ന LDF-ഉമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടിക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമാണ് ഈ ഭരണം കൊണ്ട് നേട്ടമുണ്ടായത്. മറ്റെല്ലാ മേഖലയിലും ഈ ഭരണം കൊണ്ട് കോട്ടമേ ഉണ്ടായിട്ടുള്ളൂ, നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ.
ഞങ്ങളിവിടെ സർക്കാർ ജീവനക്കാർ നടത്തുന്നത് ഒരു രാഷ്ട്രീയ സമരമൊന്നുമല്ല. ഇത് അതിജീവനത്തിൻ്റെ സമരമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 1,1,4 ലക്ഷം കോടി രൂപ, ചില്ലറ എമൗണ്ടല്ല, 1,4 ലക്ഷം കോടി രൂപ കൃത്യമായി ഞങ്ങൾക്ക് കിട്ടേണ്ട ശമ്പളത്തിൽ നിന്നും ഈ ഗവൺമെൻറ് കവർന്നെടുത്തിരിക്കുക. അല്ലാതെ പുതിയൊരു ആനുകൂല്യത്തിന് വേണ്ടിയുള്ള സമരമല്ല, കവർന്നെടുത്തിരിക്കുക. കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ആണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ താഴെത്തട്ടിൽ നടപ്പിലാക്കുന്നത് സർക്കാർ ജീവനക്കാരാണ്. പിരിവ് നടത്തുന്നത് സർക്കാർ ജീവനക്കാരാണ്. ക്രമസമാധാനം പാലിക്കുന്ന സർക്കാർ ജീവനക്കാരാണ്. കോടതികളിൽ സർക്കാർ ജീവനക്കാർ, ആരോഗ്യ മേഖലയിൽ സർക്കാർ ജീവനക്കാർ. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ശമ്പളം അതൊരു വലിയ ബാധ്യതയാണെന്ന് പൊതുസമൂഹത്തിനോട് സംവദിക്കുന്ന അല്ലെങ്കിൽ ചർച്ചയാക്കുന്ന വളരെ മോശപ്പെട്ട ഒരു സമീപനമുള്ള ഒരു ഗവൺമെൻറ്റാണ്. അത് ഈ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്ക് ഒരു 1,200 രൂപ കൊടുക്കുമ്പോൾ, അവൻ ജോലി ചെയ്ത് അവന് കൂലി കൊടുക്കുമ്പോൾ അത് വിഷയമല്ല. പക്ഷേ പഠിച്ച് മത്സര പരീക്ഷകളിൽ പാസ്സായി റാങ്ക് ലിസ്റ്റിൽ കടന്നു വന്ന് ഈ ജോലി സമ്പാദിച്ച് അവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്താൽ അവന് കൊടുക്കുന്ന മാസശമ്പളം കേരളത്തിൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തുന്നതാണ് എന്നാണ്. ഇതേ സർക്കാരാണ് 2 ദിവസത്തിന് മുന്നേ ജയിൽ പുള്ളികൾക്ക് ദിവസ വരുമാനം കൂട്ടിക്കൊണ്ടൊരു ഉത്തരവ്. ദിവസ വരുമാനം കൂട്ടുകയല്ല, ഇപ്പം 10 മടങ്ങ് വർധനവ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സമരം ഇരിക്കുന്നത് ഞങ്ങൾക്ക് സ്വാഭാവികമായി കിട്ടുന്ന ശമ്പളം, ആ ശമ്പളത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന തുക തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടാണ്. ശമ്പള വർധനവ് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മളറിയാം, ഒരു ജയിലെന്ന് പറഞ്ഞാൽ അതൊരു ജയിൽ എന്നതിനപ്പുറത്ത് ഒരു കറക്ഷൻ സെൻ്ററാണ്. ആ കറക്ഷൻ സെൻ്ററിലേക്ക് വിടുന്നവർക്ക് അവർക്ക് താമസ സൗകര്യമുണ്ട്, അവിടെ അവർക്ക് ഡ്രസ്സുണ്ട്, അവർക്ക് ആരോഗ്യ പരിരക്ഷ അവർ നോക്കുന്നുണ്ട്, അവർക്ക് മറ്റ് ചിലവുകളൊന്നുമില്ല. അവർക്ക് അവിടെ ഒരു കറക്ഷൻ സെൻ്റർ എന്ന് കൊണ്ടുവരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന കൂലി ലേബർ ആക്ട് അനുസരിച്ച് കൊടുക്കേണ്ട കൂലിയൊന്നുമല്ല. അപ്പോൾ അവർക്ക് വർദ്ധിപ്പിച്ച് നൽകാം. ഇരട്ടി കൊടുത്തോ, 2 ഇരട്ടി കൊടുത്തോ, 10 മടങ്ങ് വർദ്ധിപ്പിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി ആരിലാണ്? ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി തടവുകാരിലും ജയിൽ പുള്ളികളിലുമാണ്. ഞങ്ങളൊക്കെ ഈ സമരമൊക്കെ നിർത്തി അല്ലെങ്കിൽ സമരത്തിൽ അക്രമം കാണിച്ച് ജയിലിലായാൽ ഞങ്ങൾക്ക് ഇതിനേക്കാളും അവിടെ നേട്ടമുണ്ടാകുമെന്നുള്ള ഒരു പ്രതീതി കൊടുക്കുന്ന ആ തീരുമാനമാണ്. ഇതൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി, മുൻഗണന എവിടെയാണെന്ന് വ്യക്തമാണ്. കാരണം തടവുകാരും ജയിൽ പുള്ളികളും 90% അവരുമായി ബന്ധപ്പെട്ട ആളുകളാണെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതാണ് സത്യം. അതുകൊണ്ടാണല്ലോ ആ മേഖലയ്ക്ക് മാത്രം ഇത്രയും വലിയൊരു നേട്ടം ഉണ്ടാക്കി കൊടുത്തത്. ഇതുവരെയും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വർധനവുണ്ടായിരിക്കുന്നത്. കാരണം അവരുടെ ആൾക്കാരാ കൂടുതൽ കിടക്കുന്നത്, അവർക്ക് സംരക്ഷണം. അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയുടെ ഭാഗമാണ്. ഇവർ ഇപ്പം നിങ്ങൾ 5,40,000 അധ്യാപകരും ജീവനക്കാരും ഗവൺമെൻറ് മേഖലയിലുണ്ട്. ഇപ്പം 3 ലക്ഷം ജീവനക്കാരായിരിക്കുന്നു താൽക്കാലിക ജീവനക്കാർ, കരാർ ജീവനക്കാർ. ഇത് സ്ഥിരം തൊഴിൽ മേഖലയിൽ ഈ നിയമനം നടത്തുന്നത് ഇത് പാർട്ടിക്കാർക്കും പാർട്ടിക്കാരുടെ ബന്ധുക്കൾക്കും അല്ലെങ്കിൽ അവർ പറയുന്ന ആൾക്കാർക്കുമാണ്. എന്നിട്ട് അത് താൽക്കാലിക നിയമനം നടത്തി ഇപ്പം തന്നെ 1000-ഓളം പഞ്ചായത്തുകളിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ പെർമനന്റ് ചെയ്യാൻ വേണ്ടി നീക്കം നടത്തുന്നു. അത് കത്ത് കൊടുക്കുന്നത് CIT, ഞങ്ങളുടെ അങ്ങനെ CIT കത്ത് കൊടുക്കുന്നു. ആ കത്ത് എടുത്ത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ അയച്ചിട്ട് അതിൻ്റെ അവർക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നു. അവരെ പെർമനന്റ് ചെയ്യാൻ മാത്രമല്ല, ഈ CIT കൊടുക്കുന്ന കത്തിൽ 1000-ന് പുറത്ത് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുമ്പോൾ ലക്ഷങ്ങളാണ് അവരിൽ നിന്ന് അഴിമതിയായി പിരിക്കുന്നത്. മുമ്പ് 10,000 രൂപയുടെ വർധനവ് ഈ മേഖലയിലുള്ള ആ ടെക്നിക്കൽ അസിസ്റ്റന്റുമാർക്ക് കൊടുത്തു. അതും അന്ന് CIT കൊടുത്ത ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ 10,000 രൂപ ശമ്പള വർധനവ്. അപ്പോൾ ഇപ്പം തടവുകാർക്ക് 10 മടങ്ങ് വർദ്ധിപ്പിച്ചതുപോലെ തന്നെ 10,000 രൂപയുടെ വർധനവാണ് ഒരു സമയം മാത്രം ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് കൊടുത്തത്. അതിലും അന്നും കൃത്യമായ അഴിമതി നടന്ന് ഈ യൂണിയനിൽ പിരിവ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സർവ്വ മേഖലയിലും അഴിമതിയാണ്. ഈ തൊഴിൽ മേഖലയാണെങ്കിൽ ഇപ്പം തടവുകാരിൽ നിന്ന് ഈ 10 മടങ്ങ് വർദ്ധിപ്പിച്ചതിന് അവരെ നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഈ ഗവൺമെന്റ് അതിലേക്കാ പോകുന്നത്. അത് പലരും പറയുന്നുണ്ട്. അവര് പരോളിൽ ഇറങ്ങുമ്പോഴത്തേക്ക് 50 കിട്ടുവാണെങ്കിൽ അതിൽ 30 അവർക്ക് കയ്യിലും 20 ഇവർക്കും എന്നുള്ളതാണ്. ഇവരെ പാർട്ടിക്കകത്തൊരു MPയോ MLAയോ സീറ്റ് കൊടുത്താൽ പോലും ആ സീറ്റിന് ഓണറേറിയം അവർക്ക് കിട്ടുമ്പോൾ അതിൽ നിന്ന് ലെവി വാങ്ങുന്ന പാർട്ടിയാണിത്.
ലെവി പുതിയ അറിവല്ല, അവരിൽ നിന്ന് ലെവി പാർട്ടി വാങ്ങും. MP-യും MLA-യും കൃത്യമായി മാസം ലെവി കൊടുക്കണം. അത് പിരിക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്തിന്? പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുന്ന മുഴുവൻ പേരും എല്ലാ മാസവും ലെവി കൊടുക്കണം. ലെവി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അയാൾ അയോഗ്യത. ഇതാണ് ആ പാർട്ടി. എന്തു കൊടുത്താലും അതിന് ലെവിയോ കമ്മീഷനോ വാങ്ങുന്ന ഒരു പാർട്ടി സംവിധാനം. ഇതൊന്നും കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നില്ല. EMI എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. EMI നിയമനമാണ് പലയിടത്തും നടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു താൽക്കാലിക നിയമനം നടത്തിയാൽ എല്ലാ മാസവും ശമ്പളം വാങ്ങുമ്പോൾ ഒരു വിഹിതം പാർട്ടിക്ക് കൊടുക്കണം. EMI നിയമനം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ഈ ഗവൺമെൻറ് 10 കൊല്ലമായി മുന്നോട്ട് പോകുന്നത്. അതിനൊരു മാറ്റമുണ്ടാക്കുവാൻ കേരളത്തിലെ പൊതുസമൂഹം മുഴുവനും ആ ഒരു ചിന്തയിലാണ്. ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകരും അതിന് തയ്യാറാണ്. അതെ, തീർച്ചയായിട്ടും പാർട്ടി പ്രവർത്തകർ പോലും ഇപ്പോൾ അതിനെതിരാണ്. ഇവരുടെ നയങ്ങൾക്കൊക്കെ എതിര് തന്നെയാണ്. അപ്പോൾ ഇനി അടുത്തൊരു 3ാം തുടർ ഭരണത്തിനാണ് പിണറായി തയ്യാറെടുക്കുന്നത്. അതുണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല. കേരളത്തിൽ ജനങ്ങൾക്ക് കഴിഞ്ഞവണ ഒരു അബദ്ധം പറ്റി. പക്ഷേ ഇപ്പം വളരെ ജാഗരൂകരാണ്. അത് ഒരിക്കലും ഈ ഗവൺമെൻറ്, LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ പാർട്ടി സ്നേഹികളാണ്. ഇതിനകത്ത് കൂടുതൽ സീറ്റുകൾ കൊണ്ടുവരുവാനുള്ള ഒരൊറ്റ സാധ്യത മാത്രമേ അതിനകത്തുള്ളൂ. അത് BJP-യുമായിട്ടുള്ള ഒരു പരസ്യമായ, RSS-ഉമായിട്ടുള്ള ഒരു പരസ്യമായ അലയൻസിലേക്ക് LDF പോകുമോ ഇല്ലയോ എന്നുള്ള സംശയം മാത്രമേ അതിനകത്ത് അവർക്ക് എന്തെങ്കിലും സാധ്യത കൽപ്പിക്കാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ ഗവൺമെൻറ് ഒരു തുടർ ഭരണം, ഇനി ഒരു ഭരണം ഉണ്ടാകില്ല. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് അവരെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. കാരണം ആ പാർട്ടി ഇവിടെ ജീവിച്ചിരിക്കണം, ആ പാർട്ടി ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ. ആ ചിന്ത ഇന്ന് പൊതുസമൂഹത്തിൽ കൃത്യമാണ്. നിങ്ങൾക്കും അറിയാമല്ലോ, പത്രക്കാർക്ക് അറിയാം. ഞങ്ങൾ ഇവിടുന്ന് പലപ്പോഴും പബ്ലിക്കിൽ നിന്നും ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഇനി ഞങ്ങൾക്ക് ഈ ഭരണം വേണ്ട, ഞങ്ങൾ ഇനി UDF-ലോട്ട് പോവാം, അല്ലെങ്കിൽ ഒരു മാറ്റം. അങ്ങനെയാണ് അവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു മാറ്റം വരട്ടെ എന്നുള്ളതാണ്. ഉറപ്പായിട്ടും മാറ്റം വരട്ടെ. കേരളത്തിൽ ഒരു രാഷ്ട്രീയം ഇല്ലാതെ സംസാരിച്ചാൽ തന്നെ കേരളത്തിൽ ഭരണമാറ്റം എല്ലാ 5 വർഷം കൂടുന്നു ഉണ്ടാകുന്നത്. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നേട്ടമാണ്, നാടിനും നേട്ടമാണ്, ജനങ്ങൾക്ക് നേട്ടമാണ്. ആ ലെവലിൽ 2 കൊല്ലം 2 ടേൺ തുടർച്ചയായി ഭരിച്ച ഈ ഗവൺമെൻറ് മാറാൻ വേണ്ടി വളരെ വർദ്ധിത വീര്യത്തോടു കൂടി കേരളത്തിലെ പൊതുസമൂഹം ഈ ഗവൺമെൻറ്റിനെതിരെ വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്.